ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടുല്ലോ. ഇന്ത്യയിലെ വോട്ടർമാർക്ക് എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടു. ജനങ്ങളുടെ കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കാരണം വർഷങ്ങളായി BJP നടന്ന തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെടുമ്പോൾ അതിനെ കുറിച്ച് പറയാതെ മറ്റു കാര്യം പറഞ്ഞത് ശരിയല്ല. ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ അധികാരം ഉപയോഗപ്പെടുത്തി കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളെ തട്ടിപ്പ് നടത്തി കബളിപ്പിച്ച് അധികാരത്തിൽ വർഷങ്ങളായിട്ട് അടയിരിക്കുന്നു. അതുകൊണ്ട് സുതാര്യമായ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഷാബു പ്രസാദ് ആദ്യം ഒരു രാഷ്ട്രീയ കോൺഗ്രസിനെ സംബന്ധിച്ച് ജയവും പരാജയവും അല്ല അതിൽ വിഷയം. ഒരു കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വിജയമോ ഒരു പരാജയമോ അല്ല വിഷയം. അംഗീകരിക്കുക അങ്ങനെ പറയല്ലേ? ഇതൊക്കെയാണ് അല്ലല്ല പറയട്ടെ. അല്ലാതെ ഞങ്ങൾ ഇത്രയും കാലം ഭരിച്ചവരാണ്, ഞങ്ങൾ ജയിച്ചാൽ അത് ജനാധിപത്യം, ഞങ്ങൾ തോറ്റാൽ അത് ഫാസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാബു ഇത് കേവല ആരോപണമല്ലല്ലോ. 2 മണിക്കൂർ വാർത്താ സമ്മേളനത്തിൽ ജനങ്ങളെ കാണിച്ച കാര്യമില്ല. അതിന് മറുപടി അത് പറയാതെ തോൽവി അംഗീകരിച്ചിട്ട് തോൽവി അല്ല അതിന് അല്ല ശരി. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഈ പറയുന്ന ജനങ്ങളെ സമീപിക്കേ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന് മറുപടി പറയാൻ ആരുമില്ല എന്ന നിരാശയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 18 സീറ്റിൽ നിങ്ങൾ ജയിച്ചല്ലോ. 18 സീറ്റിൽ നിങ്ങൾ ജയിച്ചെന്താ? ആ 18 സീറ്റ് നിങ്ങൾക്ക് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു. കെ പി സന്ദീപ് ഇവിടെ ഷാബു പ്രസാദ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങള് ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പരാജയത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വിജിലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കമ്മീഷനിലാണ് പരമാധികാരം, കോടതി പോകാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ പോകാമായിരുന്നല്ലോ. 1 വർഷം പിന്നിട്ടു. കോടതിയും കേസും വ്യവഹാരവും ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ബോംബ് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കൂടെ പിടിക്കാം എന്ന നിലയെടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? സർക്കാർ നിങ്ങളുടേതാണ്. ഇപ്പോൾ സബ്യസാചി ദാസിൻ്റെ ഒരു പഠനമുണ്ട് 2019. ഓരോ സംസ്ഥാനത്തും ഏതാണോ സർക്കാർ, ആ സർക്കാരിൻ്റെ താല്പര്യം ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനം പറയുന്നത്. അത് BJPയുടെ വിജയത്തിന് വഴിതെളിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഭരിക്കുന്നത് നിങ്ങളുടെ സർക്കാരാണ്, നിങ്ങളുടെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾക്കത് മോണിറ്റർ ചെയ്യാൻ കഴിയും. നിങ്ങൾ പക്ഷേ അതിനകത്ത് എന്ത് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അദ്ദേഹം. 2, CPIക്ക് മാത്രമേ ഈ വേവലാതിയുള്ളൂ. CPMന്റെ വലിയ വർത്താനം കേൾക്കുന്നില്ലല്ലോ ഇതിനകത്ത്. തൃശ്ശൂർ ജില്ലയിൽ നടന്ന ഈ ക്രമക്കേടിനെ സംബന്ധിച്ച് ഇലക്ഷൻ റിസൾട്ട് വന്ന് 45 ദിവസത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതിയുടെ മുമ്പാകെ പ്രത്യേകമായിട്ടുള്ള ഹർജി ഫയൽ ചെയ്ത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നുണ്ട്. ഷാബു പ്രസാദിന് അത് അറിയുമോ എന്ന് എനിക്കറിയില്ല. മറ്റൊരു കാര്യം, സ്വയംഭരണാവകാശമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് അകത്ത് കയറി ഇടപെടാൻ ഒരു ഭരണകൂടത്തിനും, കേരളത്തിലെ ഈ ഭരണകൂടത്തിനും സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര ഭരണകക്ഷിയുടെ ചട്ടുകമായി ഇലക്ഷൻ കമ്മീഷൻ മാറുന്നു എന്നുള്ള ഒരു ആശങ്ക ശരിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിനോടകം വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങൾ മാത്രമല്ല, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 5 വർഷത്തിനുള്ളിൽ ചേർക്കാത്ത വോട്ടുകൾ 5 മാസത്തിനുള്ളിൽ ചേർക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങൾ. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ, ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ 2 തവണ ജില്ലാ ഭരണാധികാരിക്ക് മുമ്പാകെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള KP രാജേന്ദ്രൻ CPIയുടെ നേതാവ് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള തീരുമാനങ്ങൾ ആ ഘട്ടത്തിൽ വന്നിട്ടില്ല.